മുന്നിന്നും പിന്നിന്നും പൊക്കിയ കൈയും കാലൊന്നും നിവർത്തി പെരുമാറിയിട്ടില്ല ഒരുത്തിനും. പിന്നെ ഇനി ഞാൻ പറയും, നീയൊക്കെ കേൾക്കും. അവസാനമായി ഒരാൾ മാത്രം ബാക്കിയായി. അയാളെ കണ്ടതും ഭയം കാരണം ഉത്തരൻ രഥം നിർത്തി. അർജുനനും ഒന്ന് ഭയന്നു. ഭയന്നത് ആളെ കണ്ടതുകൊണ്ട് മാത്രമായിരുന്നില്ല, അയാളുടെ നിൽപ്പ് കണ്ടിട്ട് കൂടിയായിരുന്നു. കൂടെയുള്ളവരെല്ലാവരും വീണിട്ടും അയാൾ തല ഉയർത്തി നെഞ്ചും വിരിച്ചാണ് നിൽക്കുന്നത്. ഭയം എന്ന വികാരം എന്താണെന്ന് പോലും അയാൾക്കറിയില്ല എന്ന് അർജുനന് തോന്നിപ്പോയി. സൂര്യവർദ്ധൻ പറഞ്ഞതുപോലെ കാഹളം കാത്തിരിക്കുകയായിരുന്നു. പക്ഷെ ആരും മനസ്സിലാക്കിയില്ല മറ്റൊരാളുടെ കാൽപാദം അതിൽ പതിഞ്ഞു കഴിഞ്ഞെന്ന്. അവൻ ആരാണെന്ന് മനസ്സിലാക്കാനായി അവന്റെ പേര് തന്നെ ധാരാളമായി.